ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ചാപ്റ്റേഴ്സിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബേസ് തിയറം ബേസ്ഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം നമ്പർ 1, ഇത് 2016-17 കാലഘട്ടത്തിൽ നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 3 അൺബയാസ്ഡ് കോയിൻസ് ആർ ടോസ്ഡ്. Write the sample space. Find probability of getting at least 2 heads, at most 1 head, exactly 2 heads, at least 1 tail, all coins of the same side. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ 1-2 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അറ്റ്ലീസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ സെറ്റ് ചെയ്യുന്നു. മിനിമം സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എത്രയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിന് താഴേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ മിനിമം ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് എത്രയാവാം, പക്ഷെ താഴേക്ക് ഒന്നും ആവാൻ പാടില്ല. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം 2 ഹെഡെങ്കിലും വേണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഹെഡ് ആയിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അടുത്തത് അറ്റ്മോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആദ്യം ഫിക്സ് ചെയ്യും, എന്നിട്ട് മാക്സിമം ഇത്ര മതി, അതിന് താഴത്തേക്കുള്ളത് എത്രയാവാം, പക്ഷേ അതിന് മുകളിലേക്ക് എന്ത് വേണ്ട. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റും. അറ്റ്ലീസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മിനിമം ലെവൽ ഫിക്സ് ചെയ്യുന്നു, അതിന് താഴത്തേക്ക് വേണ്ട, അതിന് മുകളിലേക്ക് എത്രയാവാം. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാലോ മാക്സിമം ലിമിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് പാടില്ല, അതിന് താഴത്തേക്ക് എത്ര വരെ പോകാൻ പറ്റും. ഇനി എക്സാക്ട്ലി 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹെഡ്, രണ്ടും കറക്റ്റ് ഹെഡായിരിക്കണം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, കുറഞ്ഞത് ഒരു ടെയിലെങ്കിലും കിട്ടാനുള്ള ചാൻസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ കോയിൻസ് ഓഫ് ദി സെയിം സൈഡ്. അപ്പോൾ 3ഉം ഒരേ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് ഹെഡും ടെയിലും 2 ഫേസുകളുള്ളത് അല്ലേ. അപ്പോൾ 3 കോയിനാണ് നമ്മളിവിടെ ടോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കോയിനിലും സെയിം, അതായത് 3 ഹെഡ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ 3ഉം ടെയിലാവാനുള്ള ചാൻസ്. അതാണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആൻസറിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുക, സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൾ ടു, നമ്മൾ സാമ്പിൾ സ്പേസ് എസ് എന്നാണ് എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ട് സൂചിപ്പിക്കുക. എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ? ഈ 3 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാണ് വീഴുന്നത്, അതാണ് ഇവിടെ സാമ്പിൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ നോക്കുക, അതൊരു സീക്വൻസിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 8 എണ്ണം കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ നോക്കുക, 3 എച്ച് വീഴാം, അല്ലെങ്കിൽ 2 എച്ചും ഒരു ടെയിലും വീഴാം. ആദ്യത്തെ എച്ച് രണ്ടാമത്തെ ടെയില് മൂന്നാമത്തെ ഹെഡാവാം, അല്ലെങ്കിൽ ആദ്യത്തെ ടെയില് ബാക്കി 2ഉം ഹെഡാവാം, അല്ലെങ്കിൽ 3ഉം ടെയിലാവാം, ഒരു ഹെഡും 2 ടെയിലാവാം, 2 ടെയിലും ഒരു ഹെഡും ആവാം, അല്ലെങ്കിൽ ഒരു ടെയില് ഒരു ഹെഡ് ഒരു ടെയില്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് എഴുതുമ്പോൾ ഈ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് 8 എണ്ണം കിട്ടുള്ളൂ. ചില ആളുകൾക്ക് എഴുതുമ്പോൾ 8 എണ്ണം കിട്ടില്ല. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ സീക്വൻസ് നോക്കും. കോയിൻ ടോസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്ക് അതിനകത്തുണ്ട്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എത്രയായിരിക്കും? 2 അല്ലേ, ഹെഡ് ടെയിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ 2 എണ്ണമാണെന്ന് വീഴുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? 2⁻1 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 2. ഇനി 2 കോയിൻ ടോസ് ചെയ്യുന്നു. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 2 ഹെഡ് വീഴും, അല്ലെങ്കിൽ 2ഉം ടെയിൽ വീഴും, അല്ലെങ്കിൽ ഒരു ടെയിൽ ഹെഡ്, അല്ലെങ്കിൽ ഹെഡ് ടെയിൽ, ഇങ്ങനെ 4 രീതിയിലാണ് വീഴുക. അതെങ്ങനെ കിട്ടിയത്? 2². അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുന്നു, അപ്പോൾ എത്ര എണ്ണം കിട്ടും? 2⁻3, അല്ലെങ്കിൽ 2³ ചെയ്യുക. 2³ ചെയ്യുമ്പോൾ എത്രയാണ്? 8. അതേപോലെ 4 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 2⁻4 വരും, എന്ന് പറഞ്ഞാൽ 16. ആ രീതിയിലാണ് അതിൻ്റെ ഔട്ട്കംസ് പോകുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം 2 ഹെഡെങ്കിലും വേണം. ഞാൻ എൻ്റെ മുകളിലേക്ക് ഹെഡായും കുഴപ്പമില്ല. അപ്പോൾ നോക്കുക, ഫസ്റ്റത്തെ കേസിൽ 3 ഹെഡ് ഉണ്ട്, പറ്റും. അടുത്തതിൽ 2 ഹെഡ് ഉണ്ട്. അപ്പോൾ 2 ഹെഡുള്ള കേസുകൾ മുഴുവൻ എടുക്കുക, കൂടാതെ 3 ഹെഡുള്ള ഒരു കേസ് എടുക്കുക. അപ്പോൾ ടോട്ടൽ എത്ര വരും? 4/8. ഓക്കെ, ക്ലിയർ? അടുത്തെന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഒരു ഹെഡുള്ള കേസുകൾ മാത്രം എടുക്കുക. ഓക്കെ, ഒരു ഹെഡുള്ള കേസുകൾ മാത്രം എടുക്കുക. അപ്പോൾ ഒരു ഹെഡുള്ള കേസ് വരുന്നത്, ഇവിടെ ഒരു ഹെഡുള്ള കേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹെഡുള്ള കേസ് വരുന്നുണ്ട് അല്ലേ. 2, 3 ഹെഡ് കേസുകളായി. 3 ഹെഡ് കേസുകൾ എടുക്കുക. അതായത് ഒരു ഹെഡ് വരുന്ന 3 കേസുകൾ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇതും വരും. ഏത്? 3 ടെയിലുള്ള കേസ്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നു, അതിന് താഴത്തേക്ക് എത്രയാവാം, ഈവൻ 0യും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫിക്സ് ചെയ്യുന്നു, 0യും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് 4/8 വീണ്ടും ആൻസർ വരാൻ കാരണം. അടുത്ത പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ്, 2 ഹെഡ് കിട്ടുന്ന ചാൻസുകൾ മാത്രം. അപ്പോൾ 3 പാടില്ല. അപ്പോൾ 2 ഹെഡ് കിട്ടുന്ന ചാൻസുകൾ മാത്രം നോക്കുക. ഇവിടെ ഒന്ന് ഇതിൽ കേസിൽ വരുന്നുണ്ട്, ഈ കേസിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര കേസായി? 1 2 3 3/8. ക്ലിയർ? ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, മിനിമം ഒരു ടെയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിനിമം ഒരു ടെയിലും അതിൻ്റെ മുകളിലേക്ക് എത്ര എണ്ണം ആവാം. ഓക്കെ, അപ്പോൾ മിനിമം ഒരു ടെയിലും അതിൻ്റെ മുകളിലേക്ക് എത്ര എണ്ണം ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 7 കേസ് വരും. കാരണം 3 ടെയിലുള്ളത് മാത്രമേ ഒഴിവാവുള്ളൂ. കാരണം അവിടെ 3 ഹെഡുള്ള മാത്രമേ ഒഴിവാവുള്ളൂ. കാരണം അവിടെ ഒരു ടെയിൽ നമുക്ക് പോസിബിൾ അല്ല. ബാക്കിയുള്ള 7 കേസിൽ നമുക്ക് എന്തുണ്ട്, ഒരു ടെയിലോ അതിൽ കൂടുതൽ ടെയിലോ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 7/8. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ കോയിൻസ് ഓഫ് ദി സെയിം സൈഡ്, ഒരേപോലെ വരുന്നത്, അതായത് 3 എച്ച് വരുന്നത് അല്ലെങ്കിൽ 3 ടെയിൽ വരുന്ന എത്ര കേസ് ഉണ്ട് നോക്കുക. 2 കേസിൽ മാത്രമാണ്, ഒന്നെങ്കിൽ 3 എച്ച് വരും അല്ലെങ്കിൽ 3 ടെയിൽ വരുന്ന 2 കേസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 2/8. 8 വരാനുള്ള കാരണം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് 8 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, essay ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ബേസ് തിയറം അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഡിഫിക്കൾട്ടാണ്, പക്ഷേ 12 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രോബ്ലം നമ്പർ 2 ഞാൻ പറഞ്ഞു ബേസ് തിയറത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ബാഗ് 1-ൽ 4 വൈറ്റും 6 ബ്ലാക്ക് ബൗൾസും ഉണ്ട്. ബാഗ് 2-ൽ 4 വൈറ്റും 3 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ബാഗുകൾ നമുക്കുണ്ട്. ആ 2 ബാഗിലും ഉള്ള ബോളുകളുടെ എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ 2 ബാഗുകളിൽ നിന്ന് ഒരു ബാഗ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ബോൾ എടുത്തു. ആ ബോള് ബ്ലാക്കായിട്ട് കണ്ടു. ഓക്കെ, ഇപ്പോൾ 2 ബാഗുകളുണ്ട്. ആ 2 ബാഗിൽ എന്തൊക്കെയുണ്ട്? ബ്ലാക്കും വൈറ്റുള്ള ബോൾസുകളുണ്ട്. ആ ബാഗിൽ ഒരു ബാഗ് നമ്മൾ റാൻഡമായിട്ട് കണ്ണടച്ചുകൊണ്ട് സെലക്ട് ചെയ്തു. ആ ബാഗിൽ നിന്നൊരു ബോൾ എടുത്തു. ആ ബോൾ ബ്ലാക്ക് ബോളുമായി. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഈ ബോൾ വന്നത് 1ാമത്തെ ബാഗിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ആൻസറിലേക്ക് പോകും. അതായത് ഇവിടെ ബേസ് തിയറവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈവൻറ്റുകൾ സെറ്റ് ചെയ്യും. അതായത് E1 എന്നുള്ള ഈവൻറ്റ് നോക്കാം. E1 എന്ന് പറയുന്നത് 1ാമത്തെ ബാഗാണ് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഈവൻറ്റ് 2 എന്ന് പറയുന്നതോ 2ാമത്തെ ബാഗാണ് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. എ എന്നുള്ള ഈവൻറ്റോ ദ ഈവൻറ്റ് ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ. അപ്പോൾ എ എന്നുള്ള ഈവൻറ്റ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എടുത്ത ബോൾ ഏതാണ്? ബ്ലാക്ക് ബോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ 1ാമത്തെ ബാഗ് എടുത്താലും 2ാമത്തെ ബാഗ് നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് എന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? ഓൾറെഡി ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 2 ബ്ലാക്ക് ബോൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 2 ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ വരുന്നൊരു കോമൺ ഈവൻ്റ് ആണെന്ത്? എ എന്ന് പറയുന്ന ഈവൻറ്റ്. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ ബാഗ്, E2 പറഞ്ഞാൽ 2ാമത്തെ ബാഗ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോൾ കിട്ടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 1ാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസും 2ാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസും എന്താണ്? 1/2 ആണ്. ടോട്ടൽ 2 ബാഗ് ഉണ്ട്. അതിൽ 1ാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസ് 50% ആണ്. അടുത്ത ബാഗ് കിട്ടാനുള്ള ചാൻസ് 50% ആണ്. ദാറ്റ് ഈസ് 1/2. അതവിടെ എഴുതി വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ അസംഷനിലേക്ക് പോകണം, കണ്ടീഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസ് തിയറത്തിലേക്ക് നിങ്ങൾക്കറിയാം, ബേസ് തിയറത്തിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഏരിയയാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷണലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, P of A എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഗിവൺ ദാറ്റ്, സ്ലാഷ് ഇട്ടതിൻ്റെ അർത്ഥം എന്താണ്? ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം E1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാമത്തെ ബാഗിൽ നിന്ന് ആണ് എടുത്തതെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ബ്ലാക്ക് ആവാനുള്ള ചാൻസ്, അതാണ് P of A given E1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 1ാമത്തെ ബോക്സിൽ നമുക്കറിയാം ആകെ എത്ര ഉണ്ട്? 4 വൈറ്റും 6 ബ്ലാക്കും, ടോട്ടൽ 10 ഉണ്ട്. അതിലെത്ര ബ്ലാക്ക് ഉണ്ട്? 6 ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ 6/10 വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 3/5. ഇതേപോലെ തന്നെ P of A given E2 2ാമത്തെ ബാഗിൽ നിന്നാണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ്
ടോട്ടൽ അതിൽ എത്ര ഉണ്ട്? 4 വൈറ്റും 3 ബ്ലാക്കും. ടോട്ടൽ 7 ഉണ്ട്. അതിൽ എത്ര ബ്ലാക്ക് ഉണ്ട്? 3 ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതി 3/7 എഴുതി വെച്ചു. ഇനി നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ബാഗ് 1 ഔട്ട് ഓഫ് 2 ബാഗ്സ് എന്നാണ് വരുന്നത് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഔട്ട് ഓഫ് 2 ബാഗ്സ്. അപ്പോൾ 2 ബാഗിൽ നിന്നും ഒന്നാമത്തെ ബാഗിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ് അതെങ്ങനെ എഴുതുക? പി ഓഫ് E1 ഗിവൺ എ. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നാമത്തെ ബാഗിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ. എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ബോൾ. അപ്പോൾ അത് ബ്ലാക്ക് ബോളാണ് എങ്കിൽ അത് ഒന്നാമത്തെ ബാഗിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ദാറ്റ് ഈസ് പി ഓഫ് E1 ഗിവൺ എ ഈസ് ഈക്വൽ ടു. അതിൻ്റെ ഫോമുലയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഫോമുല നിങ്ങളൊന്ന് എഴുതി നോക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പി ഓഫ് E1 ഇൻറ്റു എന്താ പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസ് ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഒന്നാമത്തെ ബാഗിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ, അതങ്ങനെ തന്നെ വായിക്കണേ, ദ ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും അതന്നെ എഴുതാം. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പിന്നെ എന്ത് എഴുതണം? പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഓക്കെ, പി ഓഫ് എ ഗിവൺ E2 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഫോർമുല ഇതാണ്. ക്ലിയർ? ഇനി ഞാനൊരു ഷോർട്ട് കട്ട് പറയാം, അതിന് ശേഷം പറയാം. താഴത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ പി ഓഫ് E1 എത്രയാണ്? ഒന്നാമത്തെ ബാഗ് കിട്ടാനുള്ള ചാൻസ് 1/2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എത്രയാണ്? നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 3/5. ഓക്കെ, 3/2 അല്ല 3/5 ആണ് അവിടെ എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് എ ഗിവൺ E1 ദാറ്റ് ഈസ് 3/5. അവിടെ 3/2 എന്ന് എഴുതിയിരിക്കുന്നത് 3/5 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 3/7 അല്ലേ? പി ഓഫ് എ ഗിവൺ E2 എത്രയാണ്? 3/7 പ്ലസ് 1/2 ഇൻറ്റു 3/5. ഓക്കെ, ഈസ് ഈക്വൽ ടു 7/12. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 7/12. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. 3/2 പകരം അവിടെ 3/5 ആണ് വരുന്നത്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ ഷോർട്ട് കട്ട് പറയാമെന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 2 ബാഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ബാഗുകളാകുമ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് എന്താണ്? 1/2 1/2 ആണ്. അതറിയാലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഈ ഇക്വേഷനിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് E1 ഗിവൺ എ കണ്ടെത്താനുള്ള ഷോർട്ട് കട്ട് ഇതാണ്. നിങ്ങൾ എന്ത് ചെയ്ത് വയ്ക്കുക? പി ഓഫ് എ ഗിവൺ E1 എഴുതി വയ്ക്കുക. അത് എത്രയാണ്? 3/5. അത് മാത്രം എഴുതി വെച്ചാൽ മതി. അതായത് ഇവിടുത്തെ ഈ ഒരു സാധനം മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, പി ഓഫ് എ ഗിവൺ E1 എന്ത് എഴുതണ്ട? പി ഓഫ് E1 എഴുതണ്ട. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പി ഓഫ് എ ഗിവൺ E1 എത്ര വരുന്നത്? ദാറ്റ് ഈസ് 3/5. അപ്പോൾ 3/5 ഡിവൈഡഡ് ബൈ ഈ പി ഓഫ് E1 എഴുതണ്ട. ഓക്കെ, അതേപോലെ ഈ പി ഓഫ് E2 എഴുതണ്ട. കാരണം എന്താ? ഇതിലൊക്കെ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്ന സാധനമാണെന്ത്? 1/2. ഇപ്പോൾ ഈ ഒരു താഴത്തെ മൊത്തം ഭാഗം നോക്കുമ്പോൾ അതിലെന്താണ്? രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ടുണ്ട് 1/2. ആ 1/2 ഔട്ട് സൈഡ് എടുത്ത് എഴുതുക. ബാക്കി എന്തുണ്ടാവും? പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് എ ഗിവൺ E2 മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ വരുന്ന പി ഓഫ് E2യും പി ഓഫ് E1 എന്താണ്? 1/2 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കും അല്ലേ? മാത്രമല്ല ഇവിടെ എന്തുണ്ട്? പി ഓഫ് E1 അതും 1/2 ആണ്. അപ്പോൾ ആ 1/2 വെട്ടിപ്പോവും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അതായത് 3/5 ഡിവൈഡഡ് ബൈ 3/5 പ്ലസ് 3/7 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 7/12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കണക്കുകൾ ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം മുകളിലത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്നതാണെന്ത്? 1/2. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി ആദ്യം തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയ കാൽക്കുലേഷനിലും എന്ത് വരില്ല? ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് വരില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലൂടെ 5 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പ്രോബ്ലം ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 3. ഇതൊന്നുകൂടി ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലമാണ് കേട്ടോ. അതായത് ഒരാൾ എ മാൻ ഈസ് നോൺ ടു സ്പീക്ക് ട്രൂത്ത് 2 out of 3 times. അപ്പോൾ ഒരാൾ ഒരു 3 കാര്യം പറയുകയാണെങ്കിൽ അതിൽ 2 തവണ അയാൾ എന്താണ്? സത്യം പറയും, 1 തവണ നുണയും പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്തു? ഒരു ഡൈ ടോസ് ചെയ്തു, ഒരു ഡൈ ത്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെ എഴുതിയ ഒരു പകിട ത്രോ ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു
കിട്ടിയ നമ്പർ 4 ആണെന്ന് അയാൾ പറഞ്ഞു. കിട്ടിയ സൈഡ് എത്രയാണ്? 4 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ഈസ് ആക്ച്വലി 4. അങ്ങനെയാണെങ്കിൽ അയാൾ സത്യം പറയാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ? അതായത് 3 തവണ ഒരു കാര്യം പറയുമ്പോൾ അതിൽ 2 തവണയും അയാൾ സത്യം പറയും, 1 തവണ നുണ പറയുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഡൈ ത്രോ ചെയ്തു. ആ ഡൈ ത്രോ ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് കിട്ടിയ നമ്പർ 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി 4 തന്നെ ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതും ബേസ് തിയറത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ക്ലിയർ? കാരണം എന്താണ്, ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ട് എന്താണ്, കിട്ടിയ സംഖ്യ 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. തൊട്ട് മുമ്പ് ചെയ്ത കണക്കിലോ അവിടെ പറഞ്ഞിട്ടുണ്ട് കിട്ടിയ പന്ത് ബ്ലാക്ക് ആണ് എങ്കിൽ അത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്താണ്, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്താണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അതിനകത്ത് പറയും. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ എന്താണ്, E1 E2 എന്നുള്ള ഇവൻറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഒന്നെന്താണ്, ഇത് ഇവൻറ്റ് 4 ഈസ് ഒബ്റ്റൈൻഡ്. അയാൾ പറഞ്ഞ സംഖ്യ 4 ആണ്. E2 എന്താണ്, അയാൾ പറഞ്ഞ സംഖ്യ 4 അല്ല, വേറൊരു നമ്പറാണ്. ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഒക്കേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ 4 അല്ലാത്ത മറ്റ് സംഖ്യകളാവാം. അതായത് 1 മുതൽ 6 വരെയാണ് അതിലുണ്ടാവുക. അപ്പോൾ 4 അല്ലാത്ത ബാക്കി സംഖ്യകൾ 1, 2, 3, 5, 6. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് വരുന്നത്. E2 എന്ന് പറഞ്ഞാൽ 4 അല്ലാത്ത സംഖ്യകൾ വരുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാൻസ് റിപ്പോർട്ട്സ് ദ നമ്പർ 4 ഈസ് ഒബ്റ്റൈൻഡ്. അദ്ദേഹം പറഞ്ഞു എന്താണ്, 4 ആണ്, കിട്ടിയ നമ്പർ 4 ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് കോമൺ ഇവൻറ്റ്. ഓക്കെ, ഇനി E1 എന്ന് പറയുന്നത് 4 കിട്ടിയ സംഖ്യ 4 ആവാനുള്ള ചാൻസ്. E2 എന്ന് പറയുന്നത് കിട്ടിയ സംഖ്യ 4 അല്ലാത്ത സംഖ്യകൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, E1-ൻ്റെയും E2-ൻ്റെയും പ്രോബിലിറ്റി എടുക്കുന്നു. E1 എന്ന് പറഞ്ഞാൽ എന്താണ്, E1 എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് 4 ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ 4 എന്നുള്ള സംഖ്യ കിട്ടാനുള്ള ചാൻസ് എന്താണ്. അതായത് ഒരു പകിട ടോസ് ചെയ്യുന്ന സമയത്ത് അതിൽ 6 ഔട്ട്കംസ് ഉണ്ടാവും. 1 മുതൽ 6 വരെ എഴുതിയ സംഖ്യകളുണ്ടാവും. അതിൽ 4 എന്നുള്ള ഭാഗം വരെയുള്ള ചാൻസ് എത്രയാണ്, 1/6 ആണ്. അതുകൊണ്ടാണ് അവിടെ 1/6 വന്നത്. ഔട്ട് ഓഫ് 6 കേസസ് ദർ ഈസ് ഓൺലി 1 കേസ് വി ഹാവ് ദ ഫേസ് 4. ഓക്കെ, therefore it is 1/6. ഇനി P of E2 4 അല്ലാത്ത സംഖ്യ വരെയുള്ള ചാൻസ് എന്താണ്, 5/6. മൊത്തം 6 കേസാണ് അല്ലേ, 6/6 ആണ് കേസ്. അതിൽ ഒരു കേസ് എന്താണ് 4 വരെയുള്ള കേസാണ്. ബാക്കി 5 കേസിൽ എന്തല്ല 4 അല്ല വരുന്നത്. അതുകൊണ്ട് 5/6. ഇനി നോക്കുക, പ്രോബിലിറ്റി ദാറ്റ് മാൻ റിപ്പോർട്ട്സ് 4 ആൻഡ് ഇറ്റ് ഈസ് 4. ആ മനുഷ്യൻ പറഞ്ഞത് അല്ലേ, അദ്ദേഹം പറഞ്ഞത് 4 കിട്ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 4 ആക്ച്വലി 4 തന്നെയാണ് സംഭവിക്കാനുള്ള ചാൻസ് എന്താണ്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. P of A എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ അയാൾ റിപ്പോർട്ട് ചെയ്ത സംഖ്യ 4 ആണ്. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് E1. ഇത് E1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് യഥാർത്ഥത്തിൽ കിട്ടിയത് അല്ലേ. അപ്പോൾ പറയുന്നു കിട്ടിയ സംഖ്യ 4 ആണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ 4 വരാനുള്ള ചാൻസ് എന്താണ്. സിംപ്ലി പ്രോബിലിറ്റി ഓഫ് A given that it is E1. അതായത് പ്രോബിലിറ്റി ദാറ്റ് മാൻ റിപ്പോർട്ട്സ് 4 ആൻഡ് ഇറ്റ് ഈസ് 4. അദ്ദേഹം പറഞ്ഞതും നമുക്ക് കിട്ടുന്നതും 4 ആവാനുള്ള ചാൻസ് എന്താണ്, ഇറ്റ് ഈസ് 2/3. കാരണം എന്താണ്, ആ 2/3 എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ. അപ്പോൾ 2/3 അറിയാനുള്ള കാരണം എന്താ, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3 തവണ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ 2 എണ്ണം അദ്ദേഹം എന്താണ് ശരിയാണ് പറയുക, ബാക്കി 1 തവണ തെറ്റാണ് പറയുക. അപ്പോൾ അദ്ദേഹം കിട്ടിയ സംഖ്യ 4 ആണെന്ന് പറയാനുള്ള ചാൻസ് എന്താണ്, 2/3 ആണ്. ഓക്കെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്നിരിക്കുന്ന കാര്യം ഇതാണ്, 2/3 ആണ്. അത് ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്, 2/3 ആണ്. അപ്പോൾ തെറ്റാവാനുള്ള ചാൻസ് എന്താണ്, 1/3 ആണ്. അതാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് മാൻ റിപ്പോർട്ട്സ് 4 ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ 4. ദാറ്റ് ഈസ് P of A given E2. A എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആവാനുള്ള ചാൻസ് അല്ലേ, 4 ആവാനുള്ള ചാൻസ്. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് E2. 4 അല്ലാത്തൊരു സംഖ്യയാണ് അല്ലേ, 4 അല്ലാത്തൊരു സംഖ്യയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ A വരാനുള്ള ചാൻസ് എത്രയാണ്, 4 വരാനുള്ള ചാൻസ് എത്രയാണ്, 1/3. കാരണം അദ്ദേഹം ഒരു തവണ നുണ പറയാൻ ചാൻസ് ഉണ്ട്. ആ നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, നമുക്ക് 4 കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 1/3. പ്രോബിലിറ്റി ദാറ്റ് നമ്പർ ഒബ്റ്റൈൻഡ് ആക്ച്വലി A4. അതായത് യഥാർത്ഥത്തിൽ ഇനി 4 എന്നുള്ള സംഖ്യ കിട്ടാനുള്ള ചാൻസ് എന്താണ്, അതാണ് നമ്മളോട് ചോദ്യം. അതായത് അതെങ്ങനെ എഴുതുക, P of E1 given A. P of E1 എന്ന് പറഞ്ഞാൽ എന്താണ്, E1 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. P of E1 ഈവൻറ്റ് 4 ആവണം. ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 4. അതായത് അദ്ദേഹം പറഞ്ഞത് 4 ആണ് എങ്കിൽ യഥാർത്ഥത്തിൽ 4 വരെയുള്ള ചാൻസ്, യഥാർത്ഥത്തിൽ 4 വരെയുള്ള ചാൻസ് ഏതാണ്, E1 ആണ് അല്ലേ. അതുകൊണ്ടാണ് P of E1 given A ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുന്നത്, P of A ഇൻറ്റു P of A given
E1 ഡിവൈഡഡ് ബൈ P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2. ക്ലിയർ ആണല്ലോ? പക്ഷേ നേരത്തെ കണക്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മുകളിലത്തെ P of A എഴുതണ്ട, P of അല്ലേ E2 എഴുതണ്ട, P of E1 എഴുതണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ P of A എന്നല്ല ഇവിടെ എഴുതേണ്ടത് കേട്ടോ, P of E1 ഇൻറ്റു എന്നാണ് എഴുതേണ്ടത്. ആ ഇക്വേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. P of E1 given A is equal to P of E1 ഇൻറ്റു അങ്ങനെ എഴുതേണ്ടത്, P of E1 ഇൻറ്റു P of A given E1. ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, പ്രോബിലിറ്റീസ് ഡിഫറൻ്റ് ആണ്. നേരത്തെ കണക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഒക്കെ 1/2 1/2 1/2 വരുന്നുണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പേഴ്സ് വരുന്നുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, പ്രോബിലിറ്റീസ് ഡിഫറൻ്റ് ആണ്. ഒന്ന് 1/6 ആണ്, ഒന്ന് 5/6 ആണ്, അല്ലേ 1/3 ആണ്, 2/3 ആണ്. അപ്പോൾ ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമുലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2/7. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ ഒന്നുകൂടി വായിക്കാം, P of E1 ഇൻറ്റു P of A given E1. ഓക്കെ, ഡിവൈഡഡ് ബൈ P of E1 ഇൻറ്റു P of A given E1 പ്ലസ് P of E2 ഇൻറ്റു P of A given E2. ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു P of E1 തന്നെയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക്. പ്രോബ്ലം 4. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഒരു ആനുവൽ എക്സാമിന്, അതായത് സെമസ്റ്റർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ബോക്സുകളുണ്ട്. 2 ബോക്സുകളിൽ ഉള്ള ബോളുകളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ ബോക്സിലുള്ള ബോളുകളുടെ എണ്ണം നോക്കുക, 2 റെഡ് 3 ബ്ലാക്ക് 3 ബ്ലൂ. രണ്ടാമത്തെ ബോക്സിൽ 4 റെഡ് 4 ബ്ലാക്ക് 2 ബ്ലൂ. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ ടോട്ടൽ എത്ര ഉണ്ട്? 3 3 6 2 8. രണ്ടാമത്തെ ബോക്സിലോ 4 4 8 2 10. ഇങ്ങനെയുള്ള ബോളുകളുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ബോക്സുകളിൽ ഒരു ബോക്സ് എന്ത് ചെയ്തു, റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. നമുക്കറിയില്ല ഏത് ബോക്സാണ് സെലക്ട് ചെയ്തത്. ഒന്നാമത്തെ ബോക്സ് രണ്ടാമത്തെ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിങ്ങോട്ട് ഷഫിൾ ചെയ്തിട്ട് ഒരു ബോക്സിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ബോക്സിൽ നിന്ന് 2 ബോളുകൾ എടുത്തു. ആ ഷഫിൾ ചെയ്തെടുത്ത ബോക്സിൽ നിന്ന് 2 ബോളുകൾ എടുത്തു. ആ 2 ബോളുകൾ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായത് അതിലൊന്ന് റെഡാണ്, ഒന്ന് ബ്ലൂ ആണ്. ക്ലിയർ? ഇപ്പോൾ 2 ബോക്സ് ഉണ്ട്, അതിൽ ഷഫിൾ ചെയ്തിട്ട് നമ്മളൊരു ബോക്സ് എടുക്കുന്നു, അതിന് 2 ബോൾ എടുക്കുന്നു, അതിലൊന്ന് റെഡ് ആവുന്നു, ഒന്ന് ബ്ലൂ ആവുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ എടുത്ത ബോളുകൾ, ഇപ്പോൾ എടുത്ത ഈ 2 ബോളുകൾ ഏതൊക്കെയാണ്? ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. രണ്ടാമത്തെ ബോക്സിൽ നിന്നാവാനുള്ള ചാൻസ് എന്താണ്? നമുക്കറിയില്ല ഏത് ബോക്സിൽ നിന്നാണ് വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്ലൈയിങ് ബേസ് തിയറം. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ ആൻസർ. 12 മാർക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും, ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ B1 B2 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. E1 E2 എന്ന് മാറ്റിയിട്ട് ഞാൻ B1 B2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ A സച്ച് ദാറ്റ് 1 റെഡ് ആൻഡ് 1 ബ്ലൂ. അപ്പോൾ A എന്നുള്ള ഈവൻറ്റിന് ഞാൻ എന്താ പറഞ്ഞത്? കിട്ടിയത് എന്താണ് അതാണ് നമ്മൾ എപ്പോഴും A ആയിട്ട് പറയുക, അല്ലേ? നേരത്തെ കണക്കിൽ എന്താണ് അയാൾ പറഞ്ഞത്? കിട്ടിയ നമ്പർ 4 ആണെന്നാണ്. അതുകൊണ്ട് നമ്മൾ A സച്ച് ദാറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ദ നമ്പർ ഓഫ് ദ മാൻ റിപ്പോർട്ട്സ് 4 ഈസ് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞത്, അല്ലേ? അതിന് തൊട്ട് മുമ്പത്തെ കേസിൽ എന്താ പറഞ്ഞത്? അതിൻ്റെ തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ പറഞ്ഞു A എന്ന് പറയുന്നതാണ് കിട്ടിയ ബോൾ ബ്ലാക്ക് ബോളാണെന്ന് പറഞ്ഞു. ഇതേ രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നോക്കിക്കേ, കിട്ടിയ ബോൾ എന്തൊക്കെയാണ്? ഒരു റെഡും ഒരു ബ്ലൂ ആണ് കിട്ടിയത്. ക്ലിയർ? പിന്നെ B1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 2 ബോക്സുകളുണ്ട്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബോക്സ് കിട്ടാനുള്ള ചാൻസ്. B2 പറഞ്ഞാലോ സെക്കൻഡ് ബോക്സ് എന്നാവാനുള്ള ചാൻസ്, അല്ലേ? പന്തെടുത്തത് ഒന്നാമത്തെ ബോക്സ് എന്നാവാനുള്ള ചാൻസ് B1. B2 എന്ന് പറഞ്ഞാലോ പന്തെടുത്തത് രണ്ടാമത്തെ ബോക്സിൽ നിന്നാവാനുള്ള ചാൻസ്. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്കറിയാം 2 ബോക്സ് എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? 2 ബോക്സ് ഉണ്ട്, ആ 2 ബോക്സും കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/2 1/2 50-50 ചാൻസ് ആണ്, അല്ലേ? ആകെ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് കണ്ണടച്ചെടുക്കുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 50-50 ചാൻസ് ആണ്. അതാണ് 1/2 1/2 കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ അസ്യൂം ചെയ്യണം P of A given B1. P of A given B1. ഇത് A given B1 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഒരു റെഡും ഒരു ബ്ലൂ ആണ്. അങ്ങനെയാണെങ്കിൽ given that it is from B1. എന്താ B1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോക്സിൽ നിന്നാണ് എങ്കിൽ ഒരു റെഡും ഒരു ബ്ലൂവും കിട്ടാനുള്ള ചാൻസ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. P of A given B1. ദാറ്റ് മീൻസ് ഒന്നാമത്തെ ബോക്സിൽ നിന്നും
ഒരു റെഡും ഒരു ബ്ലൂവും കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് എത്രയാണ്? നേരത്തെ കണക്കിലെ പോലെ ഒന്നും അല്ല. ഇവിടെ നമ്മൾ 2 എണ്ണം എടുക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രോബബിലിറ്റീൻ്റെ പ്രോബ്ലം പാർട്ട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് 2 ബോളുകളാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോമ്പിനേഷനാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കണം, ഒന്നാമത്തെ ബോക്സിലേക്ക് നോക്കണം, അവിടെ എത്ര റെഡും എത്ര ബ്ലൂ ഉണ്ട് നോക്കണം. അപ്പോൾ നോക്കിക്കേ, 2 റെഡും 3 ബ്ലൂ ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണ്? 2C1, 2 റെഡിൽ നിന്നും 1 എടുക്കുന്നു, കോമ്പിനേഷൻ 1 ഇൻറ്റു 3 ബ്ലൂവിൽ നിന്ന് 1 എടുക്കുന്നു, 3C1 ഡിവൈഡഡ് ബൈ ആകെ എത്ര ഉണ്ട് അതിനകത്ത്? നോക്കിക്കേ, 2 3 5 3 8 എണ്ണം ഉണ്ട്, 8C2. അപ്പോൾ 2 ബോളുകൾ ഒന്നാമത്തെ ബോക്സിൽ നിന്നും എത്ര രീതിയിലെടുക്കാം? 8C2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ ഒരു റെഡും ഒരു ബ്ലൂവും കിട്ടാനുള്ള ചാൻസ് എന്താണ്? 2C1 ഇൻറ്റു 3C1 ഡിവൈഡ് ബൈ 8C2 ഈ സീക്വട്ട് എത്ര വരിക? 6/28. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, 6/28. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കിട്ടിയ ബോൾ ഒരു റെഡും ഒരു ബ്ലൂ ആണെങ്കിൽ അത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നോക്കുക, രണ്ടാമത്തെ ബോക്സിൽ എത്ര ഉണ്ട്? 4 റെഡ് 4 ബ്ലാക്ക് 2 ബ്ലൂ. അപ്പോൾ 4 4 8 2 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാൻസ് എന്തായിരിക്കും? ഇവിടെ 8C2 അല്ല 10C2 ആണ് കേട്ടോ, ടൈപ്പിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ. അപ്പോൾ 4 റെഡ് ഉണ്ട് 2 ബ്ലൂ ഉണ്ട്. അപ്പോൾ 4C1 ഇൻറ്റു 2C1 ഡിവൈഡ് ബൈ 10C2. ഓക്കെ, 8C2 അല്ല 10C2. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 8/45. 8/45 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല എഴുതുക. എങ്ങനെ ഫോർമുല? P of B2 given A, അത് സെക്കൻഡ് ബോക്സിൽ നിന്ന് ആവാനുള്ള ചാൻസാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ? P of B2 രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ആവാനുള്ള ചാൻസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ. എന്താ ഇറ്റ് ഈസ് എ എന്ന് പറഞ്ഞാൽ ഒരു റെഡും ഒരു ബ്ലൂവും ആണെങ്കിൽ അത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത്? P of B2 ഇൻറ്റു ആദ്യം ഫസ്റ്റ് വന്ന സാധനം എഴുതുക. എന്താണത്? P of B2 ഇൻറ്റു ഇനി അത് തിരിച്ചെഴുതുക. അതെങ്ങനെ എഴുതുക? P of A given B2 ഡിവൈഡഡ് ബൈ വീണ്ടും സെയിം സാധനം എഴുതുക. P of B2 ഇൻറ്റു P of A given B2 പ്ലസ് ഇനി B2 മാറ്റിയിട്ട് എന്ത് ചെയ്യുക? P1 ആക്കുക. P of B1 ഇൻറ്റു P of A given B1. സിമ്പിൾ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇതിലൊക്കെ 1/2 1/2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1/2 വരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. 1/2 ഇൻറ്റു 8/45 അല്ലേ? 1/2 ഇൻറ്റു 8/45 പ്ലസ് 1/2 ഇൻറ്റു 6/28. അപ്പോൾ എന്താണ്? ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് കിടക്കുന്നത് 1/2 ആണ്. ഡിനോമിനേറ്ററിൽ എന്താണ് കോമൺ ആയിട്ട് കിടക്കുന്നത്? 1/2 ആണ്. അപ്പോൾ 1/2 1/2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈക്വൽ പ്രോബബിലിറ്റി ആണ്, ഒരു ബോക്സ് അടുത്ത ബോക്സും കിട്ടാനുള്ള ചാൻസ് 1/2 പ്രോബബിലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട? അത് എഴുതേണ്ട ആവശ്യമില്ല. അല്ലാത്ത പ്രോബബിലിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് കിട്ടാനുള്ള ചാൻസ് 3/5 മറ്റൊരു 7/5 ഒക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. ഇവിടെ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? 1/2 1/2 എഴുതേണ്ട ആവശ്യമില്ല. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 135/247. ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. 12 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആകെ എത്ര ആൻസർ വരുന്നുള്ളൂ? ഒരു പേജിൻ്റെ പകുതി പോലും വരില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ക്ലിയർ? അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലിങ്ക് തരുന്നുണ്ട് യൂട്യൂബിൽ, നിങ്ങളത് കാണും. ഓക്കെ, ക്ലിയർ? സോ വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇത് 3 എണ്ണം വെച്ചിട്ടുള്ളതാണ്. അതായത് 3 ഏൺസ്. ഇവിടെ ഏൺ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, ഒരു വെസൽ എന്നുള്ള അർത്ഥത്തിലാണ്. ആ 3 ഇതിലായിട്ട് നമുക്ക് 3 തരത്തിലുള്ള ബോളുകളുണ്ട്. നോക്കുക, ഒന്നാമത്തെ പാത്രത്തിൽ 3 റെഡും 2 വൈറ്റും ഒരു ബ്ലാക്ക് ബോളും ഉണ്ട്. രണ്ടാമത്തെ പാത്രത്തിൽ 2 റെഡും 1 വൈറ്റും 2 ബ്ലാക്കും ഉണ്ട്. മൂന്നാമത്തെ പാത്രത്തിൽ 4 റെഡും 2 വൈറ്റും 3 ബ്ലാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. മറ്റേ നേരത്തെ 2 ബോക്സുകൾ എടുത്തിട്ടാണ്. അതിന് 2 എണ്ണം എടുത്തു. അതിൽ 1 റെഡും 1 ബ്ലാക്കും ആയിരുന്നു അല്ലേ, 1 ബ്ലൂ ആയിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ പാത്രത്തിൽ നിന്ന് വരാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എന്താണ്? ഇവിടെ 2 പാത്രം മാറ്റിയിട്ട് 3 പാത്രമാക്കി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, 1 urn is chosen at random and 2 balls are drawn. The balls drawn are red and white. ഇവിടെ പറഞ്ഞു നമ്മൾ 3 പാത്രത്തിൽ ഒരു പാത്രം കണ്ണടച്ചുകൊണ്ട് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 2 ബോളുകൾ എടുത്തു. ആ 2 ബോളുകളിൽ 1 റെഡും 1 വൈറ്റും ആണ് എങ്കിൽ ഈ പന്തുകൾ എടുത്ത ബോക്സ് ഒന്നാമത്തെ ബോക്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് ഒരു റെഡും വൈറ്റും കിട്ടാനുള്ള ചാൻസ് എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? 3 പാത്രങ്ങളുണ്ട്. ആ 3 പാത്രങ്ങളിൽ ഒരു പാത്രം നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. റാൻഡമായിട്ട് സെലക്ട് ചെയ്ത പാത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു?
രണ്ട് ബോളുകൾ എടുത്തു, അതിൽ ഒന്ന് റെഡാണ് ഒന്ന് വൈറ്റാണ് എങ്കിൽ അത് ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്താണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഏൺ 1, പ്രോബിലിറ്റി ഓഫ് ഏൺ 2, പ്രോബിലിറ്റി ഓഫ് ഏൺ 3. ഇവിടെ പ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് പ്ലസ് അല്ല, ഈക്വൽ ടു ആണ്. എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റി എന്താണ്? 1/3 ആണ് അല്ലേ? 3 ബോക്സ് ഉണ്ടെങ്കിൽ 3 ബോക്സും കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/3 1/3 അല്ലേ? ഇതും കിട്ടാനുള്ള 1/3, അടുത്ത 1/3, അടുത്ത 1/3, ടോട്ടൽ 3/3. അപ്പോൾ 3 ഏൺസ് ഉണ്ട്. ആ 3 ഏൺസും കിട്ടാനുള്ള പ്രോബിലിറ്റീസ് എന്താണ്? ഈക്വൽ ആണ്. അതൊക്കെ 1/3 ആണ്. ഇത് നമ്മൾ ഈവൻറ്റുകൾ സെറ്റ് ചെയ്യുന്നു. ഈവൻ്റ് എ എന്താണ്? ഈവൻ്റ് എ എന്ന് പറയുന്നത് കോമൺ ഈവൻ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഏണിൽ നിന്ന് എടുത്തിരിക്കുന്ന പന്ത് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് റെഡും ഒന്ന് വൈറ്റുമാണ്. ക്ലിയർ? ഇനി നമ്മളതിൻ്റെ പ്രോബിലിറ്റി, കണ്ടീഷണൽ പ്രോബിലിറ്റിയിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പാത്രത്തിൽ നിന്നും ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു റെഡും ഒരു വൈറ്റും കിട്ടാനുള്ള ചാൻസ്. ഒന്നാമത്തെ പാത്രത്തിൽ ആദ്യം എത്ര ഉണ്ട് നോക്കണം? 3 റെഡ് 2 വൈറ്റ് 1 ബ്ലാക്ക്. നമ്മൾ എടുക്കുന്നത് എന്താണ്? ഒന്ന് എടുക്കുന്നത് റെഡും മറ്റൊന്ന് വൈറ്റുമാണ്. അപ്പോൾ റെഡ് എത്ര ഉണ്ട്? 3, വൈറ്റ് 2 ആണ്. അപ്പോൾ നോക്കുക, അതാണ് 3C1 × 2C1 ഡിവൈഡഡ് ബൈ 6C2. എന്തുകൊണ്ടാണ് 6C2 വരാൻ കാരണം? ഒന്നാമത്തെ ബോക്സിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഏണിൽ ടോട്ടൽ വരുന്ന നമ്പർ എത്രയാണ്? 3 + 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതുകൊണ്ടാണ് 6C2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്, കാരണം 2 ബോളാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2/5 ആണ്. അതേപോലെ രണ്ടാമത്തെ ഏണിൽ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ വരാനുള്ള ചാൻസ്, എ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡും വൈറ്റും കിട്ടാനുള്ള ചാൻസ്. രണ്ടാമത്തെ ബോക്സിൽ എത്ര ഉണ്ട്? ടോട്ടലി 2 1 3 2 5 ഉണ്ട്. ടോട്ടൽ 5 ഉണ്ട്. അപ്പോൾ 5C2 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ ഒരു റെഡും ബ്ലാക്കും എങ്ങനെ എടുക്കുക? 2C1 × ഒന്ന് റെഡും മറ്റൊന്ന് വൈറ്റും ആണ് അല്ലേ? അപ്പോൾ 2C1 × 1C1 അങ്ങനെയാണ് വരിക. ഓക്കെ, 2C1 × 1C1 ഹോൾ ഡിവൈഡഡ് ബൈ 5C2 വിച്ച് ഈസ് ഈക്വൽ ടു 2/10 വരും. വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ 1/5 വരും. ക്ലിയർ? ഇതേപോലെ തന്നെ P of A given U3, മൂന്നാമത്തെ പാത്രത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എ ആവാനുള്ള ചാൻസ്. ആണ് എന്താണ്? ഒരു റെഡും ഒരു വൈറ്റും കിട്ടാനുള്ള ചാൻസ്. ടോട്ടലി 9 തന്നെയാണ് മൂന്നാമത്തെ ബോക്സിൽ അല്ലേ? 4 2 6 3 9 ഉണ്ട്. അപ്പോൾ 9C2 ആണ് ടോട്ടലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് എത്ര റെഡ് ഉണ്ട്? 4 റെഡ് ഉണ്ട്, വൈറ്റോ 2 ഉണ്ട്. അപ്പോൾ 4C1 × 2C1 ഹോൾ ഡിവൈഡഡ് ബൈ 9C2. ക്ലിയർ? അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2/9 ആണ്. ഇനി ഇവിടെ പറഞ്ഞു, ഇവിടെ 3 കേസ് ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എന്ത് വരും? കുറച്ച് വലിയ എക്സ്റ്റൻഷൻ വരും. 2 കേസാകുമ്പോൾ അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 പ്ലസ്സേ വരുള്ളൂ. പിന്നെ 1 പ്ലസും കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് വരും. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൂചിപ്പിച്ചതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൽ ഒന്നാമത്തെ ഏണിൽ നിന്നും വരാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ P of U1 ഒന്നാമത്തെ ഏണിൽ നിന്നും വരാനുള്ള ചാൻസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് എ. അപ്പോൾ ഒരു റെഡും ഒരു വൈറ്റുമാണ് എങ്കിൽ അത് ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. എല്ലാത്തിൻ്റെയും പ്രോബിലിറ്റീസ് 3 ബോക്സും അല്ലെങ്കിൽ 3 ഏൺസും നമുക്ക് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/3 1/3 1/3. അതുകൊണ്ട് ആ 1/3 ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1/3 വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇന്ന് മറ്റേ 2 വരികയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, 1/2 1/2 വരികയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം P of A given U1 എടുക്കുക. ഇപ്പോൾ നമ്മൾ 3 ചെയ്തു വെച്ചതിൻ്റെ വാല്യൂസ് ഇല്ലേ? ആദ്യത്തെ നോക്കിക്കേ, ഏൺ 1ൻ്റെത്. കാരണം ഏൺ 1ൻ്റെ കിട്ടാനുള്ള ചാൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ P of A given U1 ഒന്നാമത്തെ ബോക്സിൽ നിന്നാണെങ്കിൽ അത് റെഡ് ആവാനുള്ള ചാൻസ് അത് കിട്ടിയിട്ടുണ്ടല്ലോ. അത് എത്രയാണ്? 2/5. അത് ന്യൂമറേറ്ററിൽ കൊണ്ട് എഴുതുക. ഡിവൈഡഡ് ബൈ, അവിടെ വേറെ ഇൻറ്റു 1/3 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം 1/3 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ശരിക്കും എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 1/3 അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, പക്ഷേ 1/3 ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് എഴുതുക? 2/5 മാത്രം ന്യൂമറേറ്ററിൽ എഴുതുക. ഡിവൈഡഡ് ബൈ, ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി ഒന്നാമത്തെ ഏണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഒന്നും കൂടി എഴുതുക. അപ്പോൾ എന്താണ്? 2/5 പ്ലസ് രണ്ടാമത്തെ ഏണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് 1/5 പ്ലസ് മൂന്നാമത്തെ ഏണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് 2/9. ഓക്കെ,
അപ്പോൾ ഇത് 3 കൂട്ടുക. ക്ലിയർ ആണല്ലോ? ശരിക്കും ഇത് 3 കൂട്ടിയിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു 1/3 ഉണ്ട്, മുകളിൽ ഒരു 1/3 ഉണ്ട്. അങ്ങനെ ആ 1/3 ആണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ സിമ്പിളായിട്ട് പറഞ്ഞതിൽ ഇപ്പോൾ കിട്ടിയ ഏൺ 1 ആണെങ്കിൽ അല്ലേ, ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏൺ 1ൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഏൺ 1ൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആയതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തത് 2/5 എന്ന് എഴുതിയത്. ഏൺ 2ൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആണെങ്കിൽ എന്ത് എഴുതണം? ന്യൂമറേറ്ററിൽ 1/5 എഴുതണം. മൂന്നാമത്തെ ഏണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ആണെങ്കിലോ 2/9 എഴുതണം. അപ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻസ് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഏണിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ 2/5 ഡിവൈഡഡ് ബൈ, പിന്നെ എല്ലാ ഏണിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് എന്ത് ചെയ്യുക, ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്യുക സിമ്പിളായിട്ട് അല്ലേ. അപ്പോൾ എന്തൊരു 2/5 + 1/5 + 2/9. അപ്പോൾ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 18/37. അപ്പോൾ ഇതാണ് ബേസ് തിയറത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. മാത്രമല്ല പരീക്ഷയ്ക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നോ രണ്ടോ, അതായത് ഒരു 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോബ്ലംസ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.